ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനീസ് എല്ലാം അവരുടെ പ്രൊഡക്റ്റ് ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ക്ലൗഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള AWSോ അഷ്യൂറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഒരു ഓഫീസിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരും? നമ്മൾ സെർവർ സെറ്റ് ചെയ്യണം, നെറ്റ്വർക്ക്സ്, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ്, ഡാറ്റാബേസ്, ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അല്ലേ? യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് അവരുടെ തന്നെ ഇപ്പൊ AWS എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ AWSന്റെ ആ ഒരു കൺസോളിൽ പോയിട്ട് നിങ്ങൾ EC2 ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്യും, അതുപോലെ S3 ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്യും. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാനുവലി എന്ത് ചെയ്യും? അവരുടെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൾട്ടിപ്പിൾ ബട്ടൺ ക്ലിക്ക് ത്രൂ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ ഒരു യൂഷ്വൽ പ്രൊജക്റ്റിലൊക്കെ മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ എൻവറോൺമെന്റ്സ് ആവശ്യമുണ്ട് അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ്സിനും സ്റ്റേജിങ്ങിനും പ്രൊഡക്ഷനും ഐഡന്റിക്കൽ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു ക്ലൗഡ് എൻവറോൺമെന്റ് ആയിരിക്കും വേണ്ടത്. ചിലപ്പോൾ റിസോഴ്സസിന്റെ ഒക്കെ കാര്യത്തിൽ ചെറുതായിട്ട് വേരി വന്നാലും ഒരു കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വൺസ് നമ്മൾ ഡെവലപ്മെന്റിന് സെറ്റ് ചെയ്തു, ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ബട്ടൺ ക്ലിക്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതുപോലെ ഐഡന്റിക്കൽ ആയിട്ട് നമ്മൾ സ്റ്റേജിങ്ങിൽ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് അത് ഓർത്തിരുന്ന് ചെയ്യണം. ഇവിടെ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാ? ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. എഗെയിൻ ഈ പറഞ്ഞ എല്ലാ വർക്കും ചിലപ്പോൾ ഒരു 1 or 2 or 3 അവർക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എഗെയിൻ ഈ പ്രോസസ്സ് സ്റ്റേജിങ്ങിലും റിപ്പീറ്റ് ചെയ്യണം, പ്രൊഡക്ഷനിലും റിപ്പീറ്റ് ചെയ്യണം. അപ്പം എറർ ഇത്രയും മാനുവൽ പ്രോസസ്സ് വരുന്ന സമയത്ത് എററിന് ചാൻസ് കൂടുതലാണ്. അവിടെ ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഐഡന്റിക്കൽ ആയിട്ടുള്ള സെയിം എൻവറോൺമെന്റ് ഒരു പ്രാവശ്യം കൂടെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഡെവോപ്സിന്റെ റോഡ് മാപ്പ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ടെറാഫോം. അത് നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് ടൂൾ പഠിക്കണം. അതിൽ എല്ലാവരും കൂടുതലും യൂസ് ചെയ്യുന്നത് ടെറാഫോം ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് മുതൽ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ അബ്സല്യൂട്ട് സീറോയിന്ന് എന്താണ് ടെറാഫോം, നിങ്ങൾ ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ കീ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡെവോപ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനു മുന്നേ ഡെവോപ്സ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും CI/CD പൈപ്പ്ലൈൻസ് ആണെങ്കിലും ജെങ്കിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡോക്കർ, ക്യൂബർനെറ്റീസ്, AWSന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ് എക്സാക്ട്ലി ഈ ഒരു ടെറാഫോം എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോ ഒരു വീട് പണിയാൻ പോകുമ്പോൾ നമ്മൾ ആർക്കിടെക്ട്സ് അതിന് ബ്ലൂ പ്രിന്റ്സ് ക്രിയേറ്റ് ചെയ്യൂലേ, അതുപോലെ ഒരു ബ്ലൂ പ്രിന്റ്സ് ആണ് ടെറാഫോം എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു AWSന്റെ ഒരു വെബ് കൺസോളിലാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മാനുവൽ വർക്കും, അതായത് ഇപ്പൊ ബട്ടൺ ക്ലിക്കും കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഒരു കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യും. സെർവേഴ്സും ഡാറ്റാബേസസും നെറ്റ്വർക്ക്സും സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ടെറാഫോമിനെ ഈ ഒരു ഫയൽ കംപ്ലീറ്റ്ലി റീഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ടെറാഫോം മേഡ് ചെയ്തത് ഹാഷികോപ്പ് ആണ്. ഇതിന് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് ഓർ ഷോർട്ട് ആയിട്ട് IAC എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ഒരു സോഫ്റ്റ്വെയർ പോലെ ട്രീറ്റ് ചെയ്യുവാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ടെറാഫോം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു 3 സിമ്പിൾ സ്റ്റെപ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ടെറാഫോമിന്റെ ഒരു ലാംഗ്വേജിനെ HCL എന്നാ പറയുന്നത്. നിങ്ങൾക്ക് YAML-ഉം അതുപോലെ തന്നെ JSON ഫോർമാറ്റ് ഒക്കെ ഫെമിലിയർ ആണെങ്കിൽ ഇതൊന്നും കൂടി ഈസിയർ ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ഇപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് AWSന്റെ സെർവർ സെറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റൻസ് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ T2 മൈക്രോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫയൽ നോർമൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൊവൈഡേഴ്സും അതിന്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ സെറ്റ് ചെയ്തും ആക്സസ് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സെർവറും ഡാറ്റാബേസ് ഡീറ്റെയിൽസ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു
കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ടെറാഫോം പ്ലാൻ ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവുമായിരിക്കും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വൺസിനെ മോഡിഫൈ ചെയ്യുമായിരിക്കും, അതുമല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുമായിരിക്കും. അപ്പൊ ഇത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ പ്ലാൻ റൺ ചെയ്യും. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് കേസ് ഒക്കെ റൺ ചെയ്യുന്ന പോലെ നമുക്കൊരു പ്രിവ്യൂ കിട്ടും. വൺസ് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെറാഫോം എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ ടെറാഫോം അപ്ലൈ റൺ ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ടെറാഫോമിന് അത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒരു മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റേറ്റ് ഫയൽസ് എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ഞാൻ അപ്കമിങ് വീഡിയോസിൽ പറയാം. അപ്പോൾ വൺസ് ഒരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട AWSന്റെ ഇൻസ്റ്റൻസ് ഒന്നും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ളത് മൈക്രോയ്ക്ക് പകരം നമ്മൾ സ്മോൾ ആണ് ചൂസ് ചെയ്യുന്നത്. ലേറ്റർ ആണ് നമുക്ക് മനസ്സിലായത് മൈക്രോ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സോ സ്മോളിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോൺഫിഗറേഷൻ ഫയലിൽ ഈ ഒരു ചേഞ്ച് വരുത്തി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടെറാഫോം ഈ ഒരു സ്റ്റേറ്റ് ഫയൽ ചെക്ക് ചെയ്യും. അപ്പൊ അതിന് മനസ്സിലാവും ഓൾറെഡി ഒരു സെർവർ ഇൻസ്റ്റൻസ് ഉണ്ട്, ഫ്രം സ്ക്രാച്ച് ചെയ്ത് നമ്മളൊരു പുതിയ സെർവർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന്റെ ഈ ഒരു ഇൻസ്റ്റൻസിന്റെ ടൈപ്പ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു മെമ്മറി പോലെ കീപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണോ ആക്ച്വലി ലേറ്ററിൽ നമുക്ക് വരുന്ന ചേഞ്ചസ് അത് മാത്രം എന്ത് ചെയ്യാം, അതിന്റെ മേലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ കീ ബെനിഫിറ്റ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റീപ്രൊഡക്റ്റബിലിറ്റി ആണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് നമുക്കിപ്പം നമ്മളിവിടെ ഒരു കോഡാണല്ലോ എഴുതുന്നത്, മാനുവലി ആ വെബ് കൺസോളിൽ പോയിട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം കോഡ് എഴുതുന്നതുകൊണ്ട് ഐഡന്റിക്കൽ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം പിന്നീട് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എത്ര ടൈം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് വേർഷൻ കൺട്രോൾ ആണ്. എഗെയിൻ ഇത് കോഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഗിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചേഞ്ചസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഇപ്പൊ ഒരു മോഡിഫിക്കേഷൻ വന്നു അത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പ്രീവിയസിലേക്ക് നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയും പറ്റും. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് ഡോക്യുമെന്റേഷൻ കൂടിയാണ്. അതായത് നിങ്ങളുടെ കമ്പനിയിലേക്ക് പുതിയൊരാൾ വന്നു, അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫയൽ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ എൻറ്റയർ ഇൻഫ്രാസ്ട്രക്ചറിനെ റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ഈ ഒരു ക്ലൗഡ് ബേസ്ഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇത് മൾട്ടി ക്ലൗഡ് സപ്പോർട്ട് ഉണ്ട്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഏകദേശം ഒരു 150+ പ്രൊവൈഡേഴ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വെൻഡർ ലോക്ക് ഇല്ല. നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും AWSോ അഷ്യൂറോ ഏതാണെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു ടെറാഫോം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ഫ്രീ ആണ് കേട്ടോ. നമ്മൾ ഡോക്കറിന്റെയും ഗിറ്റിന്റെ ഒക്കെ കേസ് പറഞ്ഞാൽ ഫ്രീ ആണ്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നത്, ഒരു ക്ലൗഡ് പ്രൊവൈഡറിനെ നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡറിനെ എങ്ങനെ ചൂസ് ചെയ്യാം, അതിന്റെ ക്രെഡൻഷ്യൽസ് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം, നമുക്കൊരു കോൺഫിഗറേഷൻ ഫയൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഫയൽ റൺ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാം, പ്ലാൻ റൺ ചെയ്ത് ഫൈനലി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എന്താണ് ടെറാഫോം, അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എഗെയിൻ പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.